നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിന്റെ വിമർശകരായ ആരിഫ് ഹുസൈനും അദ്ദേഹത്തിന്റെ അതിഥി ടി.ജി. മോഹൻദാസും തമ്മിൽ നടന്ന ഒരു സംവാദമാണ്. നിരീശ്വരവാദികളുടെയും സംഘപരിവാർ ചിന്തകരുടെയും ഇസ്ലാമിനോടുള്ള വിമർശനങ്ങൾ, അവരുടെ യുക്തിയിലെ പിഴവുകൾ, വൈരുദ്ധ്യങ്ങൾ, തെറ്റിദ്ധാരണകൾ എന്നിവ തുറന്നുകാട്ടി ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ചർച്ചയിൽ ഉയർത്തപ്പെട്ട ഓരോ വാദവും വസ്തുതകളുടെയും ന്യായീകരണത്തിന്റെയും വെളിച്ചത്തിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലെ ഇരട്ടത്താപ്പ്. ഈ സംവാദത്തിൽ ഉടനീളം ടി.ജി. മോഹൻദാസ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലനാകുന്നുണ്ട്. മതത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യാവശ്യമാണെന്നും മതനിന്ദാ നിയമങ്ങൾ 295A, 299 നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ശക്തമായി വാദിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നിലപാടിൽ വ്യക്തമായ ഇരട്ടത്താപ്പ് കാണാൻ കഴിയും. ഇവിടെ ടി.ജി. മോഹൻദാസ് പറയുന്നത് നിയമങ്ങൾ ആൾക്കൂട്ടത്തിന്റെ വികാരത്തെ ആശ്രയിച്ച് തീരുമാനിക്കപ്പെടുന്നത് തെറ്റാണെന്നാണ്. ഇത് ഭാഗികമായി ശരിയായ ഒരു നിരീക്ഷണമാണ്. എന്നാൽ ഒരു പരിഷ്കൃത സമൂഹം എന്തൊക്കെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്വന്തം ആശയധാരയെ വിസ്മരിക്കുന്നു. സംഘപരിവാറിന്റെയും ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെയും പേരിൽ മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന ആൾക്കൂട്ട അതിക്രമങ്ങളെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ചും ഇദ്ദേഹം പലപ്പോഴും മൗനം പാലിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുകയും മറ്റൊരു വിഭാഗത്തിന് അത് നിഷേധിക്കപ്പെടുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പരിഷ്കൃത നിലപാടായി കണക്കാക്കുക? ഇവിടെ ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് ക്രമസമാധാനമാണെന്നു സർക്കാർ കരുതുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകൾ പരിശോധിച്ചാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത എത്രത്തോളം സത്യസന്ധമാണെന്നു സംശയിക്കേണ്ടി വരും. മുൻപ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫ്രീ സ്പീച്ച് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ അത് നിയന്ത്രിക്കപ്പെടണം എന്നും കാഫിൽ എന്നത് നിരോധിക്കപ്പെടേണ്ട ഒരു അധിക്ഷേപ പദമാണ് എന്നുമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് ബാധകമാകുമ്പോൾ അതിനെ മഹത്വവൽക്കരിക്കുകയും മറ്റൊരു വിഭാഗത്തിന് അത് നിഷേധിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുന്നത് കേവലം ഇരട്ടത്താപ്പ് മാത്രമാണ്. ഇസ്ലാം ആൾക്കൂട്ട നീതിയെ അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളെ ഇസ്ലാം ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്. വ്യക്തിപരമായ വൈകാരിക പ്രതികരണങ്ങളിലൂടെ നിയമം നടപ്പാക്കാൻ ആർക്കും അനുവാദമില്ല. അത്തരം പ്രവൃത്തികൾ ഇസ്ലാം തള്ളിപ്പറയുന്നു. ഇസ്ലാമൈസേഷൻ എന്ന മിഥ്യാബോധം. ഹിന്ദു സമൂഹം ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നു എന്ന ടി.ജി. മോഹൻദാസിന്റെ ആശങ്കയും അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങളും വിചിത്രമാണ്. ഈ വാദം അടിസ്ഥാനരഹിതമായ ഒരു ഭീതി മാത്രമാണ്. ഹിന്ദു സമൂഹത്തിലെ മാറ്റങ്ങൾ ഇസ്ലാമിന്റെ സ്വാധീനം കൊണ്ടല്ല, മറിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക പരിണാമത്തിന്റെയും ആഭ്യന്തരമായ പ്രതിഫലനങ്ങളാണ്. പുരാണ കഥാപാത്രങ്ങളെ വിമർശിക്കുന്നതിനോടുള്ള അസഹിഷ്ണുത വർദ്ധിക്കുന്നതും എം.എഫ്. ഹുസൈന്റെ ചിത്രങ്ങളോടുള്ള പ്രതികരണങ്ങൾ മാറുന്നതും ഇസ്ലാമിനെ അനുകരിക്കുന്നതുകൊണ്ടല്ല. ഇത് ഹിന്ദുത്വയുടെ സ്വന്തം ആശയധാരയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇസ്ലാം ഒരിക്കലും ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ നേടാൻ ആഹ്വാനം ചെയ്യുന്നില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം നീതിയിലും സമാധാനത്തിലുമാണ്. സത്യം വ്യക്തമാക്കുക എന്നതാണ് ഇസ്ലാം ചെയ്യുന്നത്. അല്ലാതെ ഏതൊരു സമൂഹവും അതിന്റെ സ്വത്വം രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ ഇസ്ലാമിന്റെ മേൽ കെട്ടിവെക്കുന്നത് ഇസ്ലാമിനോടുള്ള കടുത്ത വിദ്വേഷത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ഇസ്ലാമിലെ സാഹിത്യവും ഭാവനയും. പ്രവാചകനെക്കുറിച്ചുള്ള സാഹിത്യരചനകൾ കേരളത്തിൽ ഇല്ലെന്നും മുഹമ്മദ് എന്ന പേര് അപ്രത്യക്ഷമായി എന്നും ടി.ജി. മോഹൻദാസ് വാദിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച് നോവലുകളോ സിനിമകളോ ഇല്ലാത്തത് ഭയം കൊണ്ടല്ല, മറിച്ച് പ്രവാചകനോടുള്ള ആദരവ് കൊണ്ടും അവിടുത്തെ പരിശുദ്ധമായ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായുമാണ്. ഇസ്ലാം പ്രവാചകരെ കേവലം സാഹിത്യപരമായ ഒരു കഥാപാത്രമായി ചിത്രീകരിക്കുന്നതിനെ വിലക്കുന്നു. കാരണം അത് അവിടുത്തെ ദൈവികമായ ദൗത്യത്തെയും പാപമുക്തമായ വ്യക്തിത്വത്തെയും ലഘൂകരിക്കുന്നതിന് കാരണമായേക്കാം. എന്നാൽ പ്രവാചകന്റെ ജീവിതത്തെയും അവിടുത്തെ അധ്യാപനങ്ങളെയും ആസ്പദമാക്കി നിരവധി ഗ്രന്ഥങ്ങളും കവിതകളും ചരിത്രരചനകളും ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം അവിടുത്തെ മഹത്വത്തെയും മാതൃകാപരമായ ജീവിതത്തെയും ഉയർത്തിപ്പിടിക്കുന്നവയാണ്. മലയാളത്തിലും പ്രവാചക ജീവചരിത്രങ്ങളും അവിടുത്തെ പ്രബോധനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള നിരവധി രചനകളുണ്ട്.
കേവലം ഭാവനകളെ ആശ്രയിച്ച് പ്രവാചകനെക്കുറിച്ച് എഴുതുന്നത് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് അംഗീകരിക്കപ്പെട്ട രീതിയല്ല. ഇത് സുരക്ഷാ ഭീഷണിയാണെന്ന് വാദിക്കുന്നതിന് ഒരു തെളിവുമില്ല. ഒരാളെ തിരിച്ചറിയുന്നതിൽ മുഖം മാത്രം ഒരു മാനദണ്ഡമല്ല. രാജ്യങ്ങളിൽ വ്യക്തിഗത തിരിച്ചറിയലിന് പാസ്പോർട്ട്, ആധാർ കാർഡ് പോലുള്ള നിരവധി മാർഗങ്ങളുണ്ട്. ഒരു മതപരമായ വസ്ത്രത്തെ ഒരു സുരക്ഷാ ഭീഷണിയായി മുദ്രകുത്തുന്നത് മുസ്ലിം സ്ത്രീകളെ അകാരണമായി വേട്ടയാടാനും പാർശ്വവൽക്കരിക്കാനുമുള്ള ഒരു ശ്രമം മാത്രമാണ്. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ അവകാശമുണ്ട്. കഥകളി വേഷം ധരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ പോലും അത് സുരക്ഷാ ഭീഷണിയാണെന്ന് ഇദ്ദേഹം പറയില്ല. എന്നാൽ ഇസ്ലാമിക വസ്ത്രമാകുമ്പോൾ അതിനെ സുകുമാരനും സുലൈമാനുമാവാം എന്നു പറഞ്ഞ് പരിഹസിക്കുന്നത് ഇസ്ലാമിനോടുള്ള കടുത്ത മുൻവിധിയുടെ ഭാഗമാണ്. നിരീശ്വരവാദികളുടെ സത്യസന്ധത. ഒരു വിമർശനം. നിരീശ്വരവാദികളെ അസാമാന്യ സത്യസന്ധരും ബൗദ്ധികമായി നേരുള്ളവരുമായി ചിത്രീകരിച്ചുകൊണ്ട് ടി.ജി. മോഹൻദാസ് നടത്തുന്ന പ്രശംസയും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ പ്രസ്താവന വ്യക്തിഗത അനുഭവങ്ങളെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പൊതുസ്വഭാവമായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. വ്യക്തിഗതമായ സത്യസന്ധതയും സദ്ഗുണങ്ങളും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ കുത്തകയല്ല. അത് ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തെയും സംസ്കാരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നിരീശ്വരവാദികളിൽ നല്ലവരും ചീത്തപ്പെട്ടവരുമുണ്ടാവാം. വിശ്വാസികളിലും അതുപോലെ തന്നെ. ഒരു വസ്തുനിഷ്ഠമായ ധാർമ്മിക അടിസ്ഥാനയില്ലാത്ത ഒരു ലോകവീക്ഷണത്തിൽ ധാർമ്മികത എന്നത് കേവലം സാമൂഹികമായ ഉടമ്പടിയോ വ്യക്തിഗതമായ തെരഞ്ഞെടുപ്പോ മാത്രമായി ചുരുങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ സത്യസന്ധത, മാന്യത തുടങ്ങിയ ആശയങ്ങൾക്ക് സാർവത്രികമായ ഒരു അടിസ്ഥാനം ഇല്ലാതാവുന്നു. എന്നാൽ ഇസ്ലാം ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ധാർമ്മികതയ്ക്ക് വ്യക്തമായതും അചഞ്ചലമായതുമായ ഒരു അടിസ്ഥാനം നൽകുന്നു. അല്ലാഹുവിനോടുള്ള ഭയവും പ്രതിഫലേച്ഛയും സത്യസന്ധതയ്ക്കും നീതിക്കും പ്രേരിപ്പിക്കുന്നു. ആരോഗ്യവും വ്യക്തിഗത സ്വാതന്ത്ര്യവും. അയോഡിൻ കലരാത്ത ഉപ്പുപോലുള്ള വിഷയങ്ങളിൽ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ടി.ജി. മോഹൻദാസിന്റെ നിലപാട് താൽക്കാലികമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒന്നാണ്. ഇവിടെ ചികിത്സ നിരസിക്കാനുള്ള വ്യക്തിഗത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് ഇല്ല, അതിൽ ആഡ് ചെയ്യാനൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചികിത്സിക്കാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? എനിക്ക് അസുഖം വന്നു, ഞാൻ തീരുമാനിക്കുന്നു എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി അങ്ങ് തട്ടിപ്പോയേക്കാം, ഇവിടെ കിടന്ന് ഈ പിള്ളേരെ ഉപദ്രവിക്കാനായിട്ട് നാട്ടുകാരെ ശല്യം ചെയ്യാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ഐ ആം റെഡി ടു ഗോ എന്ന് തീരുമാനിക്കാൻ ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം വ്യക്തിഗത താൽപര്യങ്ങളെക്കാൾ വലുതായി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അയോഡൈസ്ഡ് ഉപ്പ് നിർബന്ധമാക്കിയത് ഗോയിറ്റർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു പൊതുജനാരോഗ്യ നടപടിയായിരുന്നു. ഈ വാദത്തിൽ സംഘപരിവാർ അജണ്ടയുടെ വ്യക്തമായ സൂചനയുണ്ട്. ഭാരതീയ സമ്പ്രദായങ്ങളോടുള്ള പുച്ഛം എന്ന പ്രസ്താവന കേവലം ആരോഗ്യ നയങ്ങളെക്കുറിച്ചുള്ള വിമർശനമല്ല, മറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ നയങ്ങളെ ദേശീയം, വിദേശീയം എന്ന തട്ടകത്തിൽ നിർത്തി തന്റെ ഹിന്ദുത്വ പക്ഷത്തുള്ളവരെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ്. ലോകോത്തര ചികിത്സാ രീതികളെ പാശ്ചാത്യമെന്നോ വിദേശീയമെന്നോ മുദ്രകുത്തി തള്ളിക്കളയുന്നത് ശാസ്ത്രീയ ചിന്തയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇസ്ലാം അറിവ് നേടാനും രോഗങ്ങൾക്കുള്ള ചികിത്സ തേടാനും പ്രോത്സാഹിപ്പിക്കുന്നു. അത് ഏത് നാട്ടിൽ നിന്നുള്ള അറിവായാലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ സ്വീകാര്യമാണ്. എന്റെ നാഥ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ, ത്വാഹ 14 എന്ന ഖുർആനിക വചനം ഇതിനുദാഹരണമാണ്. ഈ ചർച്ചയിൽ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ അതിഥിയുമായി പലപ്പോഴും യോജിക്കുന്നത് നമ്മൾ കണ്ടു. ഇസ്ലാമിന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ കഴിവുള്ള എത്രയോ പണ്ഡിതന്മാർ കേരളത്തിലുണ്ടായിരുന്നിട്ടും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയാണ് ഇത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് എന്നത് ഖേദകരമാണ്. ഇസ്ലാം സമാധാനവും നീതിയും സഹവർത്തിത്വവുമാണ് പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന അതിക്രമങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുന്നത് ഇസ്ലാമിനോടുള്ള കടുത്ത അനീതിയാണ്. മതത്തെ വിമർശിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. എന്നാൽ ആ വിമർശനം സത്യസന്ധവും വസ്തുതാപരവുമാകണം. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ഇനിയും നമ്മൾ തുറന്നുകാട്ടുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.